സൗദിയിൽ നിന്നുള്ള വാർത്താ അധിഷ്ഠിത പരിപാടി പ്രവാസജാലകത്തിന്റെ 102ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാഫിയ സംഘങ്ങൾ വാഴും രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയ ഉപജാപക സംഘത്തിന്റെയും മാഫിയ കൊട്ടേഷൻ സംഘത്തിന്റെയും ഗൂഢാലോചനയുടെ മറ്റൊരു ഇര. സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ നിഷ്ക്രൂരമായ കൊലപാതകത്തിനെതിരെ റിയാദിലെ ഫ്രണ്ട്സ് ക്രിയേഷൻ സെമിനാർ ശക്തമായി പ്രതിഷേധിക്കുന്നു. പൊരുതുന്ന ജനതയുടെ വിപ്ലവ പ്രതീക്ഷകൾക്ക് എന്നും ആവേശവും മാതൃകയുമായിരുന്ന സഖാവ് ടി പി ചന്ദ്രശേഖരൻ നമുക്ക് നഷ്ടമായത് ആ നശിച്ച വെള്ളിയാഴ്ചയായിരുന്നുവല്ലോ. മരിക്കും വരെ രക്തസാക്ഷികളുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും ആദർശങ്ങളിൽ ഉറച്ചുനിന്നും പോരാടിയ ആ അരുമ സഖാവിനെ വെട്ടിനുറുക്കിയ കാബാലികർക്ക് മാപ്പു നൽകുവാൻ നമുക്ക് സാധിക്കില്ല. പ്രവാസികളായ നമുക്ക് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുബോധകരമല്ലാത്ത വളരെ നീചമായ ചില പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് തീരെ ആശങ്കയുണ്ട്. തന്റെ പ്രിയപ്പെട്ടവർക്ക് പിരിയാൻ നേരം ഒരു അന്ത്യചുംബനം നൽകാൻ വെട്ടിക്കിറാത്ത ഒരു മുഖം പോലും ബാക്കി വയ്ക്കുവാൻ ആ നീചന്മാർ മനസ്സുവെച്ചില്ലല്ലോ. കൃഷിഭൂമിക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും സമരം ചെയ്ത പോരാളികൾ അനശ്വരമാക്കിയ ഒഞ്ചിയം ഗ്രാമത്തിന്റെ ദീപ്ത മുഖത്താണ് അക്രമ രാഷ്ട്രീയത്തിന്റെ പുതിയ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയത്. ത്യാഗത്തിന്റെ ബലിക്കലിൽ ജീവിതം എറിഞ്ഞൊടിച്ചവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിനാണല്ലോ മുറിവേറ്റത്. വെറുമൊരു ഗുണ്ട ആക്രമണമായി ഇതിനെ കാണുവാൻ മനുഷ്യസ്നേഹികൾക്കാവില്ല. കുറ്റമാരോപിക്കപ്പെടുന്നവരും പലരും വിശുദ്ധ പശുക്കളായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ടാവാറുണ്ട്. ശീർഷകങ്ങൾ മാറിപ്പോകേണ്ടത് അവിടെയാണ്. മാഫിയ സംഘങ്ങൾ വാഴുന്ന, ക്രിമിനലിസം വരുന്ന, മാനവികത നഷ്ടപ്പെടുന്ന, വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൾ വാഴുന്ന കേരളം, ആ നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉന്മൂലന രാഷ്ട്രീയ കൊലപാതകവും നിലനിൽപ്പ് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന ഒരാളെ അല്ലെങ്കിൽ പോകുന്ന ഒരാളെ, അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വകവരുത്തുന്ന ഒരു രീതി. കേരളത്തിന്റെ നന്മ നിറഞ്ഞ മനസ്സ് അപലപിക്കേണ്ടതാണ്. അപ്പോൾ പൊതുവായ സമൂഹത്തിന് നീതി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിയമപരിരക്ഷ കൃത്യമായ രീതിയിൽ ലഭിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല. എന്ത് കാര്യങ്ങളും ചെയ്യാം, എന്തും നടത്താം. ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 4 വോട്ടുകൾ സ്വന്തമാക്കാനുള്ള മുതലക്കണ്ണീരായും ഈ സംഭവത്തെ മാറ്റാതിരിക്കുക. ചരിത്രം പഠിച്ചു വളരുന്ന ചുവന്ന സൂര്യോദയങ്ങളെ സ്വപ്നം കാണുന്ന നവവിപ്ലവകാരികൾക്ക് ഒഞ്ചിയം നൽകുന്ന പാഠം വളരെ വലുതാണ്. അനശ്വര രക്തസാക്ഷികൾ ജീവൻ നൽകി കുഴിച്ചുമുടിയ ജന്മിത്തവും മാടമ്പി ഗുണ്ടായിസവും വീണ്ടും കുഴിമാടങ്ങൾ തകർത്ത് ഭീകരരൂപികളായി പുറത്തു വരുന്നത് നാം കാണാതെ പോകരുത്. യൗവനം മുഴുവനും ചെലവഴിച്ച തന്റെ പാർട്ടി കോർപ്പറേറ്റ് മാഫിയ സംഘങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്ന രാഷ്ട്രീയ സത്യം മനസ്സിലാക്കി അതിനെതിരായി ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു പൊതുപ്രവർത്തകനെ വകവരുത്തിയിട്ട് കേരളത്തിന്റെ മനസ്സാക്ഷ്യം ഞെട്ടിച്ച ആ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, വാക്കുകളിലൂടെ എന്നിട്ട് ആ രക്തസാക്ഷിയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയക്കാരില്ലാതെ സേവന പ്രവർത്തനങ്ങൾ നടത്താതെ ഇവിടെ സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയക്കാരാണ്. എല്ലാ സേവന മേഖലകളിലും മുൻപന്തിയിൽ നിൽക്കുന്നവർ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയം അനിവാര്യമാണ്. ഇതിനെ സാമാന്യവൽക്കരിക്കുന്നതിന് പകരം ഈ ക്രിമിനൽ രാഷ്ട്രീയ സംഘങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കേരളീയ പൊതുസമൂഹം ഒന്നിച്ചണിനിരക്കുകയാണ് വേണ്ടത്. ഗുണ്ടകളും കലാപകാരികളും രാഷ്ട്രീയ പാർട്ടികളിൽ വലിഞ്ഞു കയറുകയും നേതാക്കന്മാർ അവരെ തീറ്റിപ്പോറ്റുകയും ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന് സംഭവിക്കുന്ന ദുരന്തമാണ് ഒഞ്ചിയത്തേത്. എട്ടിക്കുളത്തെ പള്ളിമുക്രി, മാമൻ വാസു, മാപ്പിലാട്ട് മഹമ്മൂദ് ഫസൽ, ഷുക്കൂർ എന്നിങ്ങനെ രക്തസാക്ഷികളുടെ എണ്ണം പെരുകുക തന്നെയാണ്. ഇതുപോലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ടി പി ചന്ദ്രശേഖരൻ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് വിട്ടുപോയതും RMP ഉണ്ടാക്കിയതും എന്നുള്ളതാണ് വസ്തുത. തങ്ങൾക്ക് വിലങ്ങ് തടിയാകുന്ന മനസ്സിലാകുന്നവരെ വകവരുത്തുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് CPM ഇതിൽ പ്രധാനമായും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇരയാണ് ചന്ദ്രശേഖരൻ. രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അവർക്ക് സ്തൂപങ്ങൾ ഉണ്ടാക്കി അവർക്ക് മരണമില്ലെന്ന് ആർത്തട്ടഹസിക്കുന്നവർ രക്തസാക്ഷികളുടെ നിസ്സഹായരായ മക്കളെയും കുടുംബങ്ങളെയും തെരുവിൽ വലിച്ചെറിയുന്നതും രാഷ്ട്രീയ പ്രതിയോഗികളെ ആദർശം കൊണ്ട് നേരിടേണ്ടതിനു പകരം ആയുധങ്ങളിലൂടെ പകരം ചോദിക്കുന്നത് ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും ചേർന്നതല്ല.
അച്യുതാനന്ദനെന്നോ പിണറായി എന്നുള്ള വ്യത്യാസമില്ല. ഒരാൾ നേരിട്ടിത് നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്നയാളാണെങ്കിൽ മറ്റാൾ ഇരകളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുകയും വേട്ടക്കാരോടൊപ്പം പിന്നിൽ നിന്ന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ദ്വിമുഖമുള്ള രണ്ട് മുഖമുള്ള ഒരു വേട്ടക്കാരൻ മാത്രമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് മാഫിയ സംഘങ്ങൾ വാഴും കേരളം, പക്ഷേ മാർക്സിസ്റ്റുകാർ വാഴും കേരളം എന്നാണ്. കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും അതേപോലെ തന്നെ ആ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നടക്കാൻ പ്രവേശനം പോലും, നടക്കാൻ പൊതുനിരത്തിൽ പോലും നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടി വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു വിഭാഗത്തെ പൊതുവേദിയിലൂടെ അല്ലെങ്കിൽ പൊതുസ്ഥലത്തുകൂടെ നടക്കാനുള്ള അവസരത്തിന് വേണ്ടി സമരം ചെയ്തവരാണ്. വയലാറിന്റെയും പുന്നപ്പുരയുടെയും ചരിത്രത്തെ പരിശോധിച്ചാൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ക്രൂരന്മാരാണെന്ന് പറയുമ്പോഴും ഇത്തിരി നന്മ നിറഞ്ഞ കാര്യങ്ങൾ ആരും ഇവിടെ വിവരിച്ചില്ല. ഞാൻ വല്ലാത്തൊരു സങ്കടം ഉണ്ടത്. മറ്റൊരു കാര്യം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടലെടുത്ത കാലം മുതൽക്ക് തന്നെ ഇന്ത്യ രാജ്യത്ത് അവർ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊരു വയലിലൂടെ തുടങ്ങാം. ഇവിടെ എന്റെ അർഷാദ് ഇവിടെ പറഞ്ഞു, ഞങ്ങൾ അക്രമ രാഷ്ട്രീയക്കാരാണ്. അക്രമ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ ഒതുക്കാൻ വേണ്ടി അവർ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ലീഗുകാരൻ പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈശ്വര നിഷേധികളും നിരീശ്വരവാദികളുമായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുത്താൽ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കപ്പെടും, നിങ്ങൾ മതത്തെ നിഷ്കാസനം ചെയ്യാൻ വന്ന ആ ഭരണകൂടത്തിനെ അവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ഭരണത്തിലേറ്റില്ലയോ, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും സഹോദര. ആ അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് സഹോദര. ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട് സഹിച്ച ഒരു പ്രസ്ഥാനത്തെ ഇത്തരം മാത്രം ഇവിടെ തൊലിനി കാണിക്കുമ്പോൾ എൻ ശങ്കരൻ നമ്പൂതിരിനെ പാടുള്ള സഖാവ് AKG പോലുള്ള, സഖാവ് കൃഷ്ണപിള്ളയെ പോലുള്ള, സഖാവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ശൈഖുന VS അച്യുതാനന്ദനെ പോലുള്ള, പിണറായി വിജയനെ പോലുള്ള ആളുകളെ മുഴുവൻ ഇവിടെ ഒരു പറ്റം വിഭാഗത്തെ നിർശാസനം ചെയ്യാൻ വന്ന ഭീകരന്മാരായി ചിത്രീകരിക്കുമ്പോൾ അവർ ആദ്യം ചെയ്ത നന്മയിൽ ഏതെങ്കിലും നിർത്തി പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് പറയില്ല. ഒരു വിദ്യാർത്ഥിയെ കൊന്നൊടുക്കുക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. സ്ത്രീകൾ കൊലയാളികൾക്കൊപ്പം 200ഓളം ആളുകൾ ആ സഹോദരനെ, ആ ചെറുപ്പക്കാരനെ 4 മണിക്കൂറിലധികം വിചാരണ ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ഈ ഫോട്ടോ MMS അയച്ച് ഈ കക്ഷിയാണെന്ന് ഉറപ്പുവരുത്തി. യഥാർത്ഥത്തിൽ ഒരു CPM-ന്റെ നേതാവിനെ തടഞ്ഞതിൽ ആ ശുക്കൂർ എന്ന ചെറുപ്പക്കാരന് യാതൊരു പങ്കുമില്ല എന്നുള്ളത് ആ ഫോട്ടോ പിന്നീട് വിവിധ പത്രങ്ങളിൽ വന്ന CPM-ന്റെ തന്നെ മുഖപത്രത്തിൽ വന്ന പത്രങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ച വാർത്ത കണ്ട ആളുകൾക്കറിയാം. അങ്ങനെ ഇനി അത് ആ കക്ഷിയാണെങ്കിൽ തന്നെ കരുതുക, നമ്മൾക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ പിറവം തെരഞ്ഞെടുപ്പ് സമയത്ത് രമേശ് ചെന്നിത്തലയുടെ കാർ തടഞ്ഞിരുന്നു. കാർ ആക്രമിക്കപ്പെടുക, നേതാക്കന്മാർക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാത്തൊരു സംഭവം. ഏറ്റവും നീചമായ, നികൃഷ്ടമായ ഒരു കൊലപാതകമാണ് നമ്മുടെ രാജ്യത്ത് ഒരാഴ്ച മുമ്പ് നടന്നു കഴിഞ്ഞു. ഏറെ സങ്കടകരമാണ് കാര്യങ്ങൾ. ഏതൊരാളെയും ഏത് നിമിഷവും ഏതൊരാൾക്കും ബലി കൊടുക്കാം, ക്രൂരമായി കൊലപ്പെടുത്താം എന്നതിന് കേരളം സാക്ഷിയാണ്. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, ഫ്രണ്ട്സ് ക്രിയേഷൻസിന് കക്ഷി രാഷ്ട്രീയമില്ല, പക്ഷേ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജനപക്ഷത്താണ്, ആ രാഷ്ട്രീയം നന്മയോടൊപ്പമാണ്, ആ രാഷ്ട്രീയം സത്യത്തോടൊപ്പമാണ്. പൊരുതുന്ന ജനതയുടെ വിപ്ലവ പ്രതീക്ഷകൾക്ക് എന്നും ആവേശവും മാതൃകയുമായിരുന്നു സഖാവ് TP ചന്ദ്രശേഖരൻ. വെറുമൊരു ഗുണ്ടാക്രമത്തിനായി, വെറുമൊരു ഗുണ്ടാക്രമണമായി ഇതിനെ കാണുവാൻ നമുക്ക് സാധിക്കില്ല. സഖാവ് ചന്ദ്രശേഖരന്റെ ക്രൂരവും പൈശാചികവുമായ കൊലപാതകത്തിന് ആഹ്വാനം നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ മുഖം മൂടി വലിച്ചീരുന്നതുവരെ ഒരു മനുഷ്യ സ്നേഹിക്കും വിശ്രമമില്ല. നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുന്നതിനായിരിക്കണം ഇനി നാം പോരാടേണ്ടത്. ഭർത്താവിന്റെ ചിതയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പുനർജനിക്കുന്ന സഹോദരി, കാരികുമ്പിന്റെ ചങ്കൂറ്റമുള്ള സഖാവിന്റെ ഓർമ്മകൾ നിങ്ങൾക്ക് കരുത്തു പകരട്ടെ. ഒരു തലമുറക്ക് മുഴുവൻ വിപ്ലവാവേശം പകർന്ന ചെഗുവേരയുടെ വാക്കുകൾ, കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല. കള്ളും കഞ്ചാവും ഇനോവ കാറും കൊടുത്ത്
ഒരു നേതാവിനെ വകവരുത്തുവാൻ പരോൾ ഗുണ്ടകളെ രംഗത്തിറക്കിയവർക്ക് കാലം മാപ്പ് നൽകില്ല. അസഹിഷ്ണുതയുടെ കൊടുമുടിയിൽ വെറുപ്പും വൈരാഗ്യവും മാത്രം മനസ്സിൽ സൂക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കളുടെ അന്ത്യം ഇതേ കൊട്ടേഷൻ സംഘങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെയാവും. പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുവാൻ കൊട്ടേഷൻ സംഘങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് മുഖ്യധാരാ സംഘടനകൾ വരെ അധപതിക്കുമ്പോൾ ചന്ദ്രശേഖരനെ പോലുള്ള ആദർശത്തിന്റെ നിലപാടുകളും നിശ്ചയദാർഢ്യവും കാലം രേഖപ്പെടുത്തും. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ കൊട്ടേഷൻ സംവിധാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മനുഷ്യനെ കൊല ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിനോട് നവോദയയ്ക്ക് യോജിപ്പില്ല. ആ TP ചന്ദ്രശേഖരൻ്റെയും അതുപോലുള്ള മരണങ്ങൾക്കും നവോദയ ദുഃഖം പ്രകടിപ്പിക്കുകയും അതിനോട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. അംഗീകരിച്ച ഒരു ഡെഫിനിഷനുണ്ട് രാഷ്ട്രത്തിന്, രാഷ്ട്രീയത്തിന്. സ്റ്റേറ്റിന് ഒരു വലിയ ഡെഫിനിഷൻ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ദി വേ ഓഫ് റെഗുലേറ്റിംഗ് ഹ്യൂമൻ കോൺടാക്ട്, മാനുഷിക ബന്ധങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി. അത് കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിനെ ഞാൻ കഴുതയുടെ പുറത്തെഴുതിയ കുതിര എന്ന് എഴുതിയതുപോലെ അതിനെ വായിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരിക്കലും കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് ആ ഡെഫിനിഷൻ ഇന്ന് ചേരുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ നിലകൊള്ളുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവൻ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും അതല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെതായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും ഒരുപക്ഷെ വഴിതിരിഞ്ഞ് നടക്കണമെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് അവനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുമ്പോൾ നമ്മൾ വളരെ ഭയക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് ഇവിടെ വായുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്ന കാര്യം സത്യമാണ്. അതാർക്കും നിഷേധിക്കാനും സാധ്യമല്ല. അതിലൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്, മറ്റൊന്ന് CPM ആണ്. ഇത് ഏത് തലോടൽ വെച്ച് പറഞ്ഞാലും ഏത് മയപ്പെടുത്തി പറഞ്ഞാലും ഏത് കുട്ടികൾക്കും പറയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മതേതരത്തിന്റെ കപടമുഖം അണിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകുന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജീവനെടുത്താൽ ഒരു ജനസഞ്ചയത്തിന്റെ രാഷ്ട്രീയ ചിന്തകളെ തന്നെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് എത്രമാത്രം വലിയ വിഡിത്തമാണ്. This is where the family makes merry. When you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is the whole you get. Let's go, let's go, the family store next door. Nesto, your family superstore. Nesto Hypermarket, Beta Riyadh and Al Bilad Mall, Dammam. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് എക്സെപ്ഷനലി സ്പെഷ്യൽ. ആതുര സേവന രംഗം മഹനീയവൃദ്ധമാക്കിയ റിയാദിലെ ആദ്യത്തെ ആതുരാലയമാണ് സഫ മക്ക. പ്രവാസികൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉന്നതമായ ചികിത്സാ സംവിധാനം. The satisfaction of complete health care. Safa Makkah Polyclinic and Family Clinic, Beta Riyadh. Better health care, better life. ABC കാർഗോയിലൂടെ പാഴ്സലുകൾ അയക്കൂ, ഗോൾഡ് കോയിൻ സമ്മാനമായി നേടൂ. ഇനി ഇന്ത്യയിൽ എവിടെയും വേഗത്തിലും സുരക്ഷിതമായും നിങ്ങളുടെ പാഴ്സലുകൾ എത്തിക്കൂ, നിരവധി സമ്മാനങ്ങളും നേടൂ. നമ്പർ 1 in KSA, ABC Cargo, Head Office Riyadh, Branches Jeddah, Dammam, Al-Khobar, Jubail, Buraida, Mecca, Lulu Hypermarket and Nesto Hypermarket. 3 ടൊയോട്ട കാറുകളും 500 സ്വർണ്ണ നാണയങ്ങളും മറ്റ് നിരവധി സമ്മാനങ്ങളുമായി ABC Cargo നമ്പർ 1 in KSA. तारा समान बेटा आया, भर गई रोशनी, गाँव वालों का साथी स्टारडस्ट टॉर्च, गाँव वालों Stardust, torch and emergency lamps, brightening the future. സൗദി വാർത്തകൾ ചുരുക്കത്തിൽ. പ്രവാസി ക്ഷേമ ബോർഡിന് കീഴിൽ പ്രവാസി ഗ്രാമങ്ങൾ എന്ന പേരിൽ പ്രവാസി ഭവന പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ബോർഡ് ചെയർമാൻ PMA സലാം അറിയിച്ചു. KMCC സെൻട്രൽ കമ്മിറ്റി റിയാദിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നുമ്മൽ കോയ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായ പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ വീട് നിർമ്മിച്ചു നൽകുന്ന ഈ പദ്ധതി ആദ്യഘട്ടമായി 2 ജില്ലകളിൽ നടപ്പിലാക്കും. നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനും പദ്ധതി തയ്യാറാക്കും. വിദേശ തൊഴിൽ പ്രാവീണ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാസികൾക്ക് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങും. ജിദ്ദ, റിയാദ്, ദമാം എന്നീ നഗരങ്ങളിൽ ലൈസൺ ഓഫീസുകൾ സ്ഥാപിക്കും. നോർക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസ ക്ഷേമനിധി ബോർഡ് കാരുണ്യം, സാന്ത്വനം, സ്വപ്ന സാഫല്യം പരിപാടിയിലൂടെ ഒട്ടേറെ സേവനങ്ങൾ പ്രവാസികൾക്ക് എത്തിക്കുമെന്നും PMA സലാം പറഞ്ഞു. മൊയ്തീൻ കോയ, ശിഹാബ് കൊട്ടുകാട് എന്നിവരും സംബന്ധിച്ചു.
ജാമിയ മില്ലിയ സർവകലാശാല രാഷ്ട്രീയക്കാരെ വിരിയിച്ചെടുക്കുവാനുള്ള വേദിയല്ലെന്നും സർവകലാശാലയിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്നും വൈസ് ചാൻസലർ നജീബ് ജംഗ് റിയാദിൽ പറഞ്ഞു. ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് സജ്ജമാക്കുവാൻ ജാമിയ മില്ലിയ വേദിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ മദ്രസ പഠനത്തിനെതിരെ നടക്കുന്ന വിവാദങ്ങളിൽ കഴമ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദ ചിന്തകളെ ശക്തമായി എതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തിനെതിരെ ഇതര മതേതര സംഘടനകളോടൊപ്പം ചേർന്ന് ശക്തമായി പൊരുതുമെന്ന് KNM നേതാക്കൾ റിയാദിൽ പറഞ്ഞു. KNM 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം റിയാദിലെത്തിയ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. കേരളീയ ജനസമൂഹത്തിനിടയിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കുന്ന സംഘാടകർക്കെതിരെ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുമെന്നും അതേസമയം സ്വന്തം സമുദായത്തിലെ വിശ്വാസികൾക്ക് പോലും സലാം പറയാൻ പാടില്ലെന്ന് പ്രചരിപ്പിക്കുന്ന AP കാന്തപുരത്തിന്റെ മാനവികത ശുദ്ധ തട്ടിപ്പാണെന്നും നേതാക്കൾ പറഞ്ഞു. KNM സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനി, KJU സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് മദനി, ട്രഷറർ PK അഹമ്മദ് അലി മദനി, ഹമീദ് നഹ, KA ജലാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. റീറ്റെയിൽ രംഗത്തെ സൗദിയിലെ പ്രമുഖരായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച മാംഗോ ഫെസ്റ്റ് ശ്രദ്ധേയമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 75 ഇനം മാമ്പഴങ്ങളാണ് പ്രദർശിപ്പിച്ചത്. മാമ്പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ പാചക മത്സരവും പ്രദർശനവും നടന്നു. സൗദി ബിസിനസ് പ്രമുഖൻ ഖാലിദ് അൽ മുബൈദി മാമ്പഴക്കാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂപ്പ് ഡയറക്ടർ സിദ്ദീഖ്, ജനറൽ മാനേജർ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദി പോലീസിനും മോചനത്തിന് വഴിയൊരുക്കിയ ഫ്രാറ്റേണിറ്റി ഫോറത്തിനും എംബസി ഉദ്യോഗസ്ഥർക്കും കണ്ണുനീരോടെ നന്ദി രേഖപ്പെടുത്തി ബഷീറും ഷാജിയും നാട്ടിലേക്ക് മടങ്ങി. ശമ്പള കുടിശ്ശിക 8400 റിയാൽ ബഷീറിനും 4200 റിയാൽ ഷാജിക്കും പോലീസ് നേരിട്ട് തന്നെ വാങ്ങിക്കൊടുത്തു. മരുഭൂമിയിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഫ്രാറ്റേണിറ്റി ഫോറം പ്രവർത്തകർ വിവരം ഹൈൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു. സ്പോൺസറുടെയും മകന്റെയും ക്രൂര പീഡനങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ച് ഹൈൽ പോലീസ് നിയമം കർശനമായി നടപ്പിലാക്കുകയായിരുന്നു. അതോടൊപ്പം എംബസി വെൽഫെയർ വിഭാഗം സെക്രട്ടറി ഡോക്ടർ ഹലീം, അറ്റാഷെ മിശ്ര, റയീസ് എന്നിവർ ഫ്രാറ്റേണിറ്റി ഫോറം പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ നൽകി. നെയ്യാറ്റിൻകരയിൽ പിറവം ആവർത്തിക്കുമെന്നും ഇടതുപക്ഷം നെയ്യാറ്റിൻകരയിൽ കാൽ തെറ്റി വീഴുമെന്നും സംസ്ഥാന ടൂറിസം മന്ത്രി AP അനിൽകുമാർ റിയാദിൽ പറഞ്ഞു. OICC സെൻട്രൽ കമ്മിറ്റിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിദ്ദിഖ് കല്ലുപറമ്പൻ, കുഞ്ഞിക്കുമ്പിള എന്നിവർ പങ്കെടുത്തു. സെൻട്രൽ കമ്മിറ്റിയുടെ ഉപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു. മാഷേ, ഞാൻ നല്ല അടിപൊളി ഷർട്ട് വാങ്ങി, അമ്മുവിനുള്ള ഉടുപ്പും വാങ്ങിച്ചു, ഭാവനയ്ക്കുള്ള സാരി വാങ്ങി. ഞങ്ങള് പോയി സിറ്റി ഫ്ലവറിലെ ആശിച്ചതെല്ലാം കിട്ടി. സിറ്റി ഫ്ലവർ, റിയാദ്, ദമാം, ഹഫ്രൽ ബത്തിൻ, ഹെയിൽ ആൻഡ് ബുറൈത. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മക്ക പോളിക്ലിനിക്, ബത്ത, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. മാപ്പിളപ്പാട്ടിനെ അതിന്റെ തനിമയോടെ നിലനിർത്തണമെന്ന് ശക്തമായി വാദിക്കുന്ന പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകൻ VM കുട്ടി ഇന്ന് പ്രവാസജാലകത്തിൽ അതിഥിയായി എത്തുന്നു. ഒരു സമൂഹത്തിന്റെ ജീവിത രീതികളെയും സംസ്കാരത്തെയും ലളിതമായി വിശദമാക്കുന്ന ഗാനശാഖയായ മാപ്പിളപ്പാട്ടിനെ വികൃതമാക്കുന്ന കറുത്ത ശക്തികൾക്കെതിരെ ഗൾഫിലെ മാപ്പിളപ്പാട്ട് ആസ്വാദകരും മാപ്പിള കലാവേദികളും പ്രതിരോധം തീർക്കണമെന്ന് പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകൻ VM കുട്ടി റിയാദിൽ പറഞ്ഞു. റിയാദ് മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു സന്ദേശമില്ല, ആ കൂടി അവർക്കുള്ള ഒരു വികാരം പ്രേമം മാത്രമാണ്. പ്രേമം മാത്രം, അത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലികമായി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് കൈകാര്യം ചെയ്യാൻ. വർഗീയത, ഭീകരത,
ബലാത്സംഗ കേസുകൾ, അക്രമം, അനീതി, ചൂഷണം, എന്തൊക്കെ വിഷയങ്ങളുണ്ട് എഴുതാൻ. ഇതെല്ലാം പഴയ കാലത്ത് കൈകാര്യം ചെയ്തിരുന്നു കവികള്. അവർ ഒരു ഉത്ബോധനമായിരുന്നു, സന്ദേശം ഉണ്ടായിരുന്നു അവരുടെ പാട്ടുകളിൽ. ഇന്നത്തെ ഒന്നും ഒരു നീ എൻ്റെ അല്ലേ, ഞാൻ എൻ്റെ അല്ലേ, നീ ഞാനും ഒന്നല്ലേ. പ്രസിഡന്റ് ഷക്കീബ് കൊളക്കാടൻ അധ്യക്ഷത വഹിച്ചു. മാപ്പിളപ്പാട്ടിന്റെ തനിമയും ലാളിത്യവും നിലനിർത്തണമെന്ന് മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് VM കുട്ടി പ്രതിപാദിച്ചു. മീഡിയ ഫോറം അംഗങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും VM കുട്ടി മാപ്പിളപ്പാട്ടിന്റെ അകമ്പടിയോടെ തന്നെ മറുപടി നൽകി. മീഡിയ ഫോറത്തിന്റെ ഉപഹാരം നജീം സമ്മാനിച്ചു. വൈകിട്ട് മലപ്പുറം ജില്ലാ കൂട്ടായ്മ മിയ സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് മത്സരത്തിന് VM കുട്ടി വിധികർത്താവായി എത്തി. ജിദ്ദയിൽ നിന്നുള്ള മുസ്തഫ തോളൂർ, ഉമ്മർ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. മിയ പ്രസിഡന്റ് മുസ്തഫ പാണ്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. മാപ്പിളപ്പാട്ട് മത്സരങ്ങളിൽ ജൂനിയർ വിഭാഗത്തിൽ ഹിലാൽ അബ്ദുൾ സലാമും, സീനിയർ വിഭാഗത്തിൽ ഹിബ അബ്ദുൾ സലാമും, പൊതുവിഭാഗത്തിൽ സലീം ചാലിയവും വിജയിച്ചു. മതമൈത്രി ഗാനങ്ങളും കത്തുപാട്ടുകളും നാടൻ കഥാശകലങ്ങളും ഒപ്പന പാട്ടുകളും മാലപ്പാട്ടുകളുമെല്ലാം തനത് ശൈലിയിൽ ആലപിച്ച് നടന്ന VM കുട്ടിയുടെ ഗാനമേള ശ്രദ്ധേയമായി. മനസൈക്യമാണ് ധനം വേലികളൊക്കെ മാറ്റണം, മഹതൂക്കൾ പാടി തന്ന മാനവ സ്നേഹഗീതം നമ്മൾ ഇന്നൊത്തു പാടണം. ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്ന മാമലനാട്, ഒട്ടാത്തൊരൈക്യമന്ത്ര ചരടിൽ കൊരുത്ത മുത്തുമാലകാണ കൈനാട്. സംഘൃതപമകരി രംഗത്തുങ്ക തതികിണകി ഹൃദദ്രമി പിണ്ടമേളം ജഗദം ധരി സരിഗമതക്കിരത്തക്കി ഇന്ദിമി തളകൃതദാസം. ന്യൂ സഫാമക്ക മാനേജർ നാസർ മാസ്റ്റർ VM കുട്ടിക്ക് പ്രത്യേക കേശ് അവാർഡ് സമ്മാനിച്ചു. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ നടപ്പിലാക്കി സൗദിയിൽ നിന്നും ഒട്ടേറെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ അവസരമൊരുക്കുമെന്ന് കേരള ടൂറിസം മന്ത്രി അനിൽകുമാർ റിയാദിൽ പറഞ്ഞു. കേരള റോഡ് ഷോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സൗദിയിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ടൂറിസം സൗദിയിലെ റിയാദ്, ദമാം, ജിദ്ദ എന്നീ നഗരങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കേരള ടൂറിസം മന്ത്രി AP അനിൽകുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് റിയാദിലെയും ദമാമിലെയും പരിപാടികളിൽ ആദ്യ അവസാനം നിറഞ്ഞു നിന്നു. ഇവിടെ നിന്നുള്ള ട്രാവലേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിലൊരു ചേഞ്ച് എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് നമ്മൾ ഇത്തരമൊരു തീരുമാനം കേരള ടൂറിസം എടുത്തതും അതിന്റെ ഭാഗമായിട്ട് റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. സൗദി അറേബ്യ നമുക്ക് എല്ലാ സാഹചര്യം വെച്ചും കേരളത്തിന് ടൂറിസം സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സൗദി അറേബ്യയിൽ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുന്നത്. കണക്ടിവിറ്റി ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ കണക്ടിവിറ്റി 100% ക്ലിയർ ആണ് എന്നും പറഞ്ഞുകൂടാ. അപ്പൊ അവര് പണം ചെലവഴിച്ച് ഇതിനകത്ത് സ്റ്റാളിനകത്ത് സ്പേസ് വാങ്ങി വളരെ ബുദ്ധിമുട്ടി അവർ ചെയ്യുന്നത്. അതിന്റെ ടൂറിസം മാത്രം പോരാ, ഇതിന് സ്റ്റാർ ഹോട്ടലുകളും ഇതുമായി ബന്ധപ്പെട്ടല്ല. ടൂറിസം എന്ന് പറയുമ്പോൾ അത് ലോക്കൽ ബെനിഫിഷ്യറി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിന്റെ യഥാർത്ഥ ഗുണം നമുക്ക് ഇതിനകത്ത് ആളുകൾ വരുന്നു, നമ്പർ കൂടുന്നു, നമ്മുടെ റവന്യൂ ഇൻകം കൂടുന്നു, അതൊക്കെ സ്റ്റേറ്റിന് നമുക്ക് ഗുണകരമാണ്. പക്ഷെ ഡയറക്റ്റായിട്ട് ടൂറിസത്തിൽ വരുന്ന ഈ ട്രാവലേഴ്സ്, അത് വിദേശികളായാലും എങ്ങനെ ലോക്കൽസിന് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നുള്ള അവിടെ നമുക്ക് ഈ ഹോം സ്റ്റേ, ഇപ്പൊ ആലപ്പുഴ പോയി കഴിഞ്ഞാൽ നിറയെ ഹോം സ്റ്റേ കാണാം. അവർക്ക് വലിയ ഹോട്ടൽ പണിയാൻ പറ്റില്ല, പക്ഷെ അവരെ വീടിന്റെ സൈഡിൽ ഒരു റൂം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഹോംലി ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന രീതിയിലേക്ക് പബ്ലിക്കിന്റേതായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുകയാണ്. അല്ല ഒരു വിദേശി വന്നിട്ട് വിദേശി ഒരു കൗതുകത്തോട് നോക്കിക്കണ്ട് പോകുന്ന അതിനപ്പുറത്ത് ആ വിദേശി നമ്മുടെ ഒരു എക്കണോമിക്കലായിട്ടും എല്ലാ രീതിയിലും നമ്മുടെ ഒരു വളർച്ചയ്ക്ക് ആവശ്യമാണ്, സാധാരണക്കാരന് പോലും തോന്നി കൊടുക്കുന്നു. ഇതാദ്യമായാണ് സൗദിയിൽ കേരളം വിനോദസഞ്ചാര വികസനത്തിന് ഔദ്യോഗികമായി റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പേർ വന്നെത്തുന്നത് സൗദിയിൽ നിന്നാണ്. ടൂറിസം മേഖല വികസിക്കുന്നതോടെ ഈ മേഖലയിലെ നിക്ഷേപ സാധ്യതകളും വർദ്ധിക്കുമെന്നും ഇതോടൊപ്പം ഈ മേഖലയിൽ പ്രവാസികളുടെ നിക്ഷേപ സമാഹരണവും ലക്ഷ്യമാക്കുന്നതായി മന്ത്രി അറിയിച്ചു. സൗദിയിൽ നിന്നും കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 125% വർധനയാണ് 2011 ഉണ്ടായതെന്നും
സൗദികൾക്ക് കേരളത്തോടുള്ള വൈകാരികമായ ബന്ധം ഉപയോഗപ്പെടുത്തി സൗദി അറേബ്യയെ ലക്ഷ്യമാക്കി കേരള ടൂറിസം മാറ്റത്തിന് വിധേയമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മനോഹരമായ പ്രകൃതിയോടൊപ്പം മലയാളികളുടെ അറബി ഭാഷാ പരിജ്ഞാനവും ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറി TK മനോജ് കുമാർ IAS വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈകിട്ട് റിയാദ് മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന റോഡ് ഷോയിൽ അംബാസിഡർ ഹാമിദ് അലി റാവു ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ടൂറിസത്തിന്റെ ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം വളരെ ഉയരങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി കൂടുതൽ പ്രവാസികൾക്ക് ഈ രംഗത്ത് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുവാനും പദ്ധതിയുണ്ടെന്ന് ടൂറിസം മന്ത്രി അനിൽകുമാർ പറഞ്ഞു. കേരളവും സൗദിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും മന്ത്രി വാചാലനായി. സംഘാംഗങ്ങളായ കേരളത്തിലെ 15 പ്രമുഖ ടൂറിസം സേവനദാതാക്കളെ ടൂറിസം സെക്രട്ടറി മനോജ് കുമാർ പരിചയപ്പെടുത്തി. റിയാദ്, ദമാം, ജിദ്ദ എന്നീ നഗരങ്ങളിൽ നടന്ന റോഡ് ഷോ വൻ വിജയമായതായും ഒട്ടേറെ സ്വദേശികളും ഷോയിൽ പങ്കാളികളായതായും മന്ത്രി അറിയിച്ചു. പ്രവാസ ജാലകത്തിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.